ചെറുകഥ നിശാഗന്ധി ത്രിപുരസുന്ദരി. കഥാരചന മധു നിരഞ്ജൻ. ചെമ്മണ്ണ് നിറഞ്ഞ ഒറ്റയടി കാട്ടുപാതയിലൂടെ ആ കുറ്റാക്കുറ്റിരുട്ടിൽ അവൻ ഒറ്റയ്ക്ക് നടന്നു. എത്ര നേരമായി നടക്കുവാൻ തുടങ്ങിയിട്ട് എന്ന് അവന് തന്നെ അറിയില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയാണ് അവൻ്റെ ജീവിതം പോലെ തന്നെ. അവൻ ഇനി കാത്തിരിക്കുവാൻ ആരുമില്ല. ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് അവൻ്റെ അമ്മ മാത്രമായിരുന്നു. ഇന്നലെ വരെ അവൻ്റെ ജീവിതത്തിൽ അമ്മയുണ്ടായിരുന്നു. ഇന്നലെ അമ്മ മരിച്ചുപോയി. ഇനി അവനായി അവൻ്റെ ആ കുഞ്ഞു വീട്ടിൽ ആരും കാത്തിരിക്കുന്നില്ല. ഒരിക്കൽ അവന് ഒരു പെണ്ണുണ്ടായിരുന്നു. അവൻ ജീവനേക്കാൾ സ്നേഹിച്ച ഒരുവൾ. വലിയ ഉദ്യോഗമുള്ള നല്ല പണമുള്ള ഒരു വീട്ടിൽ നിന്ന് അവൾക്ക് കല്യാണ ആലോചന വന്നപ്പോൾ അവൾ അവനെയും കല്യാണം കഴിച്ച് ദൂരെ നാട്ടിലേക്ക് പോയി. പിന്നെ അവളെക്കുറിച്ച് ഒരു വിവരവും അവൻ അറിഞ്ഞില്ല. വെറും കൂലിപ്പണിക്കാരനായ പാവപ്പെട്ടവനായ അവൻ്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും തയ്യാറായി വന്നുമില്ല. ആ ഇരുട്ടിലൂടെ അവൻ നടന്നു. എങ്ങോട്ടെന്നോ എന്തിനെന്നോ അറിയില്ല. എങ്ങും കറുകറുത്ത കരിമ്പളം വാരിപ്പിതച്ച പോലെ ഇരുട്ട്, കട്ട പിടിച്ച ഇരുട്ട്. ചെമ്മൺ പാതയുടെ ഇരുവശവും പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നു, രൂപങ്ങളില്ലാത്ത കോലങ്ങൾ പോലെ. ചെമ്മൺ പാത ചെന്ന് അവസാനിക്കുന്നത് ഒരു വലിയ മലയുടെ അടിവാരത്തിലാണ്. മലയുടെ അടിവാരത്തിൽ കൂറ്റൻ കരിമ്പന കൂട്ടങ്ങൾ ആടിയുലയുന്നു. തണുത്ത കാറ്റ് വീശുന്നു. മഴയ്ക്ക് മുന്നോടി എന്ന പോലെ ചീവീടുകൾ ചിലയ്ക്കുന്നു. ഈ യാത്ര എങ്ങോട്ടാണെന്നറിയില്ല. ലക്ഷ്യമില്ലാത്ത യാത്ര. പെട്ടെന്ന് ആകാശത്തിന്റെ കിഴക്കേ ചെരിവിൽ നിന്നും പടിഞ്ഞാറേക്ക് നീണ്ട ഒരു കൊള്ളിയാൻ മിന്നി. കൂടെ ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന ഇടിയും മഴയും. ഇരുട്ടിൽ മഴ കൊള്ളരുതെന്ന് വെച്ച് മാത്രമല്ല, വഴിയരികിലെ പഴയൊരു ഓക്കുമരത്തിനടിയിൽ ചെന്നു നിന്നത്. എന്തിനെന്നറിയാതെ, മനസ്സുപോലും അറിയാതെ കാലുകൾ അങ്ങോട്ട് ചലിച്ചതാണ്. ഓക്കുമരത്തിൽ നിറയെ മിന്നാമിന്നികൾ, വർണ്ണമിന്നാമിന്നികൾ. ഓക്കുമരത്തിനോട് ചേർന്ന് ഒരു കൂറ്റൻ പാലമരം. കാറ്റിൽ പാലമരത്തിന്റെ ശിഖരങ്ങൾ ആടി ഉലയുന്നു. അകലെ എവിടെയോ കൂമൻ കൂവുന്നു. കുറുനരിയുടെ ഓലിയിടാൻ. കാൽച്ചിലമ്പുകളൊന്ന് ചിലച്ചുവോ? പാലമരക്കൊമ്പിൽ കാറ്റിന്റെ ഹുങ്കാരം. ഇരുട്ട് പൊതിഞ്ഞ പാലമര ചുവട്ടിൽ നിന്നും ഒരു പെണ്ണിന്റെ ചിണുങ്ങൽ. ചിറകിട്ടടിച്ച് പറന്നകലുന്ന പുള്ള്. ശവന്നാറി പൂക്കളുടെ ഗന്ധം. ഓക്കുമരത്തിന്റെ ഇലപടർന്ന മേലാപ്പിനടിയിൽ സുരക്ഷിതനാണെന്ന് അവന് തോന്നിയിരുന്നു. വീണ്ടും ഒരു കൊള്ളിയാൻ മിന്നി. ഇപ്പോൾ അവൻ കണ്ടു, പാലമരച്ചുവട്ടിൽ അതിസുന്ദരിയായ ഒരു പെണ്ണ്. അവളും മഴ നനയുകയാണ്. പെട്ടെന്ന് പിടിച്ചു നിർത്തിയ പോലെ മഴ നിന്നു. ഇപ്പോൾ ഇരുട്ട് മാത്രം, എങ്ങും നിശബ്ദത. അവന് പേടി തോന്നിയില്ല. കൂട്ടിന് അവളുണ്ടല്ലോ, അവന് സംരക്ഷണമേകുവാൻ. പാലമരത്തിൽ നിന്നും 1000 വർണ്ണമിന്നാമിന്നികൾ താഴേക്കിറങ്ങി വന്ന് അവൾക്ക് ചുറ്റും പാറിപ്പറന്നു. പതുക്കെ അവൾ നടന്നു വന്ന് അവനോട് ചേർന്നു നിന്നു, ചൂട് പകരുവാൻ എന്ന പോലെ. ഒരു ജന്മാന്തര സൗഹൃദമാവണം അവരെ അവിടെ ഒരുമിപ്പിച്ച് നിർത്തിയതും നിശബ്ദരായി ചേർന്നു നിന്നതും. അതോ വിധിയോ? അതോ അവൾ അവനു വേണ്ടി മാത്രം ആ പാലമരച്ചുവട്ടിൽ കാത്തിരുന്നതോ? മിന്നാമിന്നികളുടെ വെളിച്ചത്തിൽ അവൻ അവളെ കാണുകയായിരുന്നു. അവളുടെ കടഞ്ഞെടുത്ത പൂ പോലെയുള്ള മേനിയിൽ നിന്നും ഹൃദ്യമായ സുഗന്ധം. നിശാഗന്ധി പൂക്കളുടെ സുഗന്ധം. കൂടെ മുല്ലപ്പൂവിന്റെ സുഗന്ധം. ആണോ? അല്ല, വേറെന്തോ പേരറിയാത്ത പൂവിന്റെ സുഗന്ധം. കരിമഷി എഴുതിയ നീണ്ടുവിടർന്ന കണ്ണുകൾ. ചോര പോലെ ചുവന്ന മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ. ഭൂലോകത്ത് അഷ്ടദിക്കുകൾക്കുള്ളിൽ ആണായി പിറന്ന ആരെയും മയക്കുന്ന ഒരു ചിരിയുണ്ട് അവളുടെ ചുണ്ടിൽ. ഉന്മാദഭാവം. അവളുടെ പനങ്കുല പോലെ നീണ്ട നിശാപുഷ്പങ്ങൾ ചൂടിയ മുടിയിഴകളിൽ പാലപ്പൂവിന്റെ ഉന്മാദ ഗന്ധം. കൂടെ നിശാഗന്ധി പൂക്കളുടെ
ഉന്മാദഗന്ധം. തീപിടിച്ച ഉടലുകൾ പരസ്പരം ചേരുമ്പോൾ പണമെടുത്ത് ആടുന്ന പാമ്പിൻ്റെ സൽക്കാരം. പിന്നെ ഇലകളിൽ മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീണു. അവൾ അവനെ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏതോ ഒരു സ്വർഗസുഖത്തിലേക്ക്, അനുഭൂതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ചുറ്റുമുള്ളതെല്ലാം അവൻ മറന്നു. അവൻ്റെ സിരകളിൽ നിന്നും ഓർമ്മകൾ പോയി മറഞ്ഞു. അവളുടെ മൃദുലമായ തലോടലിൽ അവളുടെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ആ കറുകറുത്ത ഇരുട്ടിൽ ജന്മജന്മാന്തരങ്ങളുടെ ഭൂതകാലം മനസ്സിലൊരു സ്വപ്നമായി പടരുന്നു. അവളുടെ മൃദുലമായ പൂ പോലെയുള്ള ചുണ്ടുകൾ പതുക്കെ അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു. ആ ചുംബനത്തിൽ അവൻ്റെ ജീവൻ അവളിലേക്ക് വലിച്ചെടുത്തു അവൾ. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൻ കൂട്ടിൽ നിന്നും ആത്മാവ് വിട്ടകലുന്ന വേദന. അപ്പോഴും അവൾ അവനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിരുന്നു. ഇനി ഒരിക്കലും വിട്ടുപോകാത്ത വിധം അവനും അവളെ മുറുകെ പിടിച്ചിരുന്നു. ഇപ്പോൾ ലോകത്തിന് പ്രായമായിരിക്കുന്നു, അവനും പ്രായമായിരിക്കുന്നു. ഇലകൾ കൊഴിയുന്നു, പൂക്കൾ വാടി വീഴുന്നു, ഋതുക്കൾ മാറിമറിയുന്നു. ലോകത്തിന് പ്രായമാവുകയാണ് അവനും. എന്നാൽ ഇതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. മുടിയിൽ അവളുടെ വിരലോടുമ്പോൾ അറിയുന്നു സ്നേഹം, വാത്സല്യം, പ്രണയം. ഇപ്പോൾ പരുക്കൻ വായുവിൽ ഒരു ചവർത്ത മണവും, പിന്നെ ആ ശവന്നാറിപ്പൂക്കളുടെ ഗന്ധവും, കൂടെ ആ പാലപ്പൂവിൻ്റെ ഉന്മാദഗന്ധവും. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. ചുറ്റും കട്ട പിടിച്ച ഇരുട്ട്. മനസ്സ് ശാന്തമായി. സമാധാനം. ഇനി ഈ ലോകത്തുള്ള എന്ത് കഷ്ടനഷ്ടങ്ങളും രോഗപീഡനങ്ങളും വേദനയും ഒന്നും അവന് ബാധകമല്ല. അപ്പുപ്പൻ താടി പോലെ എന്തോ ഒന്ന് അവൻ്റെ നെഞ്ചിൻ കൂട്ടിൽ നിന്നും പറന്നകന്നു, അവളോട് ചേർന്നു. അവൾ അവനെ വിട്ട് പാലമര ചുവട്ടിലേക്ക് തിരിച്ചു നടന്നു. പാലമരത്തിലേക്ക് കയറിപ്പോയി. ഇനി എന്നും അവൾക്ക് കൂട്ടായി ഇരിക്കുവാൻ അവൻ്റെ ആത്മാവും അവൾ കയ്യിലെടുത്തിരുന്നു. അവളുടെ ചുണ്ടുകളിൽ രക്തം കിനിയുന്നു. അവൻ്റെ ആത്മാവിനെ അവൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും വിട്ടുപോകാതിരിക്കുവാൻ, ജന്മജന്മാന്തരങ്ങളോളം ഒന്നാകുവാൻ. അവൻ അവളുടേതായിരുന്നു, അവൾ അവൻ്റെ മാത്രവും. അവൾ അവനു വേണ്ടി മാത്രം കാത്തിരുന്നു, ഇനിവരും ജന്മങ്ങളിൽ ഒന്നാകുവാൻ. അവൾ നിശാഗന്ധി. കഥാരചന മധു നിരഞ്ജൻ. കഥ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.